യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് ആർ എസ് പി. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ ചവറ മുതൽ ചവറ വരെ നീണ്ടു നിൽക്കുന്ന പാർട്ടി എന്ന ഒരു ഖ്യാതിക്ക് സമ്പാദിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ആർ എസ് പി എന്ന് നേരത്തെ നമുക്കറിയാം. ആ ആർ എസ് പിയുടെ പോക്ക് ശരിയല്ലെന്ന് മനസ്സിലാക്കിയാണ് പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ആർ എസ് പിയിൽ നിന്ന് ആ പാർട്ടിയിൽ നിന്ന് വിട്ട് സ്വന്തമായി ഇടം നേടി അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ ഇല്ലിക്കൽ അഗസ്റ്റിൻ ഉൾപ്പെടെ നിരവധി പേർ ആർ എസ് പിയിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഓരോരുത്തരും ആ ഇടതുപക്ഷ സ്വഭാവം ആർ എസ് പിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവരെല്ലാം ഉന്നയിക്കുന്ന പരാതി. മാത്രമല്ല, കുടുംബാധിപത്യ പാർട്ടിയായി ആർ എസ് പി അധപ്പതിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ അവരുടെ ചിത്രം. എന്തു പറയാനുണ്ട്? അല്ല, 40-41 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് ആർ എസ് പി. പ്രത്യേകിച്ച് കശുവണ്ടി തൊഴിലാളികളുടെ ഈറ്റില്ലമായ കൊല്ലം ജില്ലയിൽ കശുവണ്ടി തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആർ എസ് പി കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു മറ്റു പാർട്ടികളേക്കാൾ. അങ്ങനെയാണ് പാർട്ടിക്ക് ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. ഇടതുപക്ഷ ബദൽ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളതും ആർ എസ് പി ആണ്. ആ ആശയമെല്ലാം ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. കാരണം ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് ചേക്കേറിയപ്പോൾ പ്രവർത്തകരുടെയും എല്ലാം അവരുടെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ആ വിശ്വാസം വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് എന്നെപ്പോലെയുള്ള ചെറിയ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. യു ഡി എഫിൽ നിന്നും വിട്ട് എൽ ഡി എഫിലേക്ക് വരണമെന്നാണ് ആർ എസ് പിയോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം നല്ല സ്നേഹബന്ധവും നല്ല കൂട്ടായ്മയുള്ള ഒരു മഹാപ്രസ്ഥാനമായിരുന്നു ആർ എസ് പി. ഇപ്പോൾ ആ ഐക്യമില്ല, സ്നേഹമില്ല, കൂട്ടായ്മ ഒന്നും നമുക്ക് അവരുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തീർച്ചയായിട്ടും അവരുടെ അണികൾക്കും അതൊരു പ്രയാസമായി മാറുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം തന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന കണ്ണൂർ ജില്ലയിലെ ഇല്ലിക്കൽ അഗസ്തി, എന്നോടൊപ്പം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഇരുന്നയാളാണ്, കേന്ദ്ര കമ്മിറ്റിയിൽ ഇരുന്നയാളാണ്. അദ്ദേഹം ആർ എസ് പിയുടെ ഇന്നത്തെ ഈ പോക്ക് കണ്ടാണ് അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ച് മാറി നിൽക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആർ എസ് പി ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, കുറച്ച് പേര്. അവർ ഞാൻ തന്നെ വന്ന് കണ്ടിരുന്നു. ആർ എസ് പി ലെനിനിസ്റ്റിൽ ലയിച്ചുകൊണ്ട് ഒരു കൂട്ടായ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ആർ എസ് പിക്കാർ വിഷമിച്ച് നിൽക്കുന്ന പലരുമുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ നമ്മളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആർ എസ് പിയെ ശക്തിപ്പെടുത്തുക, ആർ എസ് പി ലെനിനിസ്റ്റിനെ ശക്തിപ്പെടുത്തുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക, അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ വികസന പ്രവർത്തനം നടത്താൻ കഴിയുള്ളൂ. ഒരു കാലത്തുമില്ലാത്ത പ്രവർത്തനമാണ് ഒന്നാം പിണറായി ഗവൺമെൻറ്റും രണ്ടാം പിണറായി ഗവൺമെൻറ്റും ഈ കേരളത്തിന് നൽകിയ സംഭാവനകൾ. എത്രയെത്ര വികസന പ്രവർത്തനം അക്കമിട്ട് പറയണമെങ്കിൽ 2-3 മണിക്കൂറുകൾ വേണ്ടി വരും. ഇപ്പോൾ മഞ്ചേശ്വരത്ത് നിന്നും പാറശാലയിലേക്ക് വരുന്ന 6 വരി പാത അതൊരു സ്വപ്ന പദ്ധതിയാണ്. തീരദേശ ഹൈവേ പൂർത്തീകരിച്ചു, മലയോര ഹൈവേ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാര്യത്തിൽ ഉണ്ട്. ഇനിയും കുറച്ച് വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കപ്പെടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. യു ഡി എഫ് തന്നെ അവർ പല എൽ ഡി എഫിലെ ഘടകകക്ഷികളെയും അല്ലാതുള്ളവരെയും വ്യക്തികളെയൊക്കെ കണ്ട് ചാക്കിട്ട് പിടുത്തം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്നവരാരും അങ്ങനെ പോകത്തില്ല. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രസക്തി അതുതന്നെയാണ്. അങ്ങനെ പോകാനുള്ള പാർട്ടി അല്ലല്ലോ ചെറിയ കക്ഷികളായാലും വലിയ കക്ഷികളായാലും. അപ്പോൾ അവർ വിളിക്കുന്ന ഭാഗത്തേക്ക് പോകേണ്ടെന്ന കാര്യമില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ അടിയുറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർ എസ് പിയുടെ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ അത് ശക്തിപ്പെടുത്തൽ എന്ന നിലയിൽ ഇടതുപക്ഷത്തുള്ള ആർ എസ് പിയിൽ തന്നെ ഇപ്പം അത് വരാൻ നിൽക്കുന്നവരെയൊക്കെ യു ഡി എഫിൽ നിന്ന് വരാൻ നിൽക്കുന്നവരെയെല്ലാം കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ജോലി. അതാണ് ഈ ഭിന്നിച്ച് നിൽക്കുന്നവർ പലരുമുണ്ട്. ഒരു പരിപാടികളിൽ പോലും പോകാതെ, ആർ എസ് പി ഇടുന്ന ഒരു പരിപാടികളിൽ പോകാതെ തന്നെ ഒരുപാട് പേരുണ്ട്. അത് പല ജില്ലകളിലായിട്ട് അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കോവൂർ കുഞ്ഞുമോൻ MLA അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ പോയി വിട്ടു നിൽക്കുന്നവരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് RSPയെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലാണ് അദ്ദേഹം 2026 ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.